السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കുക. റഹ്മാൻ റബ്ബിന്റെ ശബ്ദം ഓരോ പ്രായമുള്ള ഉപ്പമാരുടെ അടുത്ത് എത്തിച്ചു കൊടുത്തവർക്ക് ഒരുപാട് ആശ്വാസം സമാധാനം കിട്ടണേ റഹ്മാൻ റബ്ബെ, ആമീൻ. ഒരുപാട് പേര് വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നവരാണ്. അവരൊക്കെ അവരുടെ മരണത്തിനെ കണ്ടുമുട്ടാൻ ഒരുങ്ങിയിരിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇപ്പം നമ്മളൊക്കെ നേരത്തെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഒരുങ്ങി നിൽക്കാൻ, ഏത് നിമിഷം അള്ളാഹിനെ കണ്ടുമുട്ടാൻ തയ്യാറായിട്ട് നിൽക്കുന്നവരാണ്. പക്ഷെ വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്നവർക്ക് അവർക്ക് കുറച്ചും കൂടി ഇത് കൂടുതൽ വല്ലാതെ ഒരു മനസ്സിലൊരു ചിന്തയുണ്ടാവും. എല്ലാ ബാധ്യതകളും നിറവേറ്റി കഴിഞ്ഞു, മക്കളൊക്കെ കല്യാണം കഴിഞ്ഞു, പേരക്കുട്ടികളൊക്കെ ആയി. ഇനി ഏത് നിമിഷം ഖബറിലേക്ക് പോകാം. പലപ്പോഴും പലർക്കും ഒരു ഭയം, ക്യാൻസർ, മാറാ രോഗം അല്ലെങ്കിൽ വലിയ മാരകമായ രോഗം വരുമോ എന്നുള്ളൊരു ഭയമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് രോഗികൾ വരാറുണ്ട്, ഡോക്ടർ ആയതുകൊണ്ട് വരാറുണ്ട്. ഡോക്ടർ മാത്രമല്ല, നല്ലൊരു ഉപദേശം തേടിയിട്ട് ഇസ്ലാമികമായ നല്ലൊരു ഉപദേശം കൂടി കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പൊ ഞാൻ ഏറ്റവും ആദ്യം ഒരു അള്ളാഹുവിന്റെ അടിമയായിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത്. പിന്നെ രണ്ടാമത്തത്, അള്ളാഹു എനിക്ക് തന്ന ഭൗതികമായ ഡിഗ്രിയും ഒരുപാട് വർഷങ്ങൾ ഒരുപാട് രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോ പ്രായമുള്ള ഉപ്പമാർക്ക് ഒരു ക്യാൻസർ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാം. ഞാൻ അവർക്ക് പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണം. ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടൂല. പക്ഷെ ഞാൻ ഓരോരുത്തരുടെ അവരുടെ ദീന്റെ ലെവൽ അനുസരിച്ച് സംസാരിക്കാറുള്ളൂ. ഇപ്പൊ ദീനില്ലാത്ത വ്യക്തികൾക്കൊന്നും ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ നമുക്ക് സംസാരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്ര 70, 10, 60, 70 കൊല്ലമായിട്ട് അവർ അള്ളാഹുമായിട്ട് എത്ര ബന്ധമുണ്ടെന്ന് അവരെ വാക്കിലൂടെ തന്നെ പെട്ടെന്ന് പിടുത്തം കിട്ടും. അപ്പൊ ഓരോരുത്തരുടെ ദീനിന്റെ അളവിനനുസരിച്ച് ഞാൻ സംസാരിക്കാറുള്ളൂ. അപ്പൊ നല്ല ദീനിയായ മക്കളും നല്ല ദീനിയായ മാതാപിതാക്കളൊക്കെ വരുമ്പം അപ്പൊ ഞാൻ പറയുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറയണം. എന്താ, നിങ്ങൾക്ക് അല്ലാഹു ഒരു ഒരുങ്ങാൻ കൃത്യമായ സമയം തന്നു. പ്രിപ്പയർ ചെയ്യാൻ, ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പറേഷന് വേണ്ടിയുള്ള സമയം കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. മറ്റേ പെട്ടെന്ന് ഒരു ആകസ്മികമായ മരണം തുടങ്ങുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ ഹുസ്നുൽ ഖാത്തിം എങ്ങനെയായിരിക്കും. കല്യാണത്തിൽ പോയ സമയത്തായിരിക്കുമോ? ആലോചിച്ച് ദൂർത്തൻ കല്യാണം, എല്ലാ വൃത്തികേടിലും ഭക്ഷണം, സ്ത്രീ പുരുഷന്മാരെ ഇടകലർന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജമാഅത്തൊക്കെ നഷ്ടപ്പെട്ടു പെട്ടെന്ന് ഒരു മലക്കുൽ മൗത്ത് വന്നാൽ അവസ്ഥയായിരിക്കും. സഹോദരന്മാരെ, മലക്കുൽ മൗത്ത് പെട്ടെന്ന് വന്ന് നമ്മുടെ ജീവിതവും മരണത്തിന് ഇടയിൽ കുറച്ച് സെക്കൻഡ്സേ ഉള്ളൂ കേട്ടോ. നല്ലോണം തിരിച്ചോ. ഞാൻ എൻ്റെ ഉമ്മേൻ്റെ ലോഹർ ജമാഅത്തിന്റെ ശേഷം ഞാനും ഭാര്യയും മക്കളങ്ങ് പോയി. ഉമ്മ സക്കറാത്ത് തുടങ്ങി 10-15 മിനിറ്റ് കലിമ ചൊല്ലി ഉമ്മ അടുത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തി. അത്ര വ്യത്യാസമുള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് കുറേ നേരം ഇങ്ങനെ നീട്ടി ശ്വാസം വലിച്ചിട്ട് മണിക്കൂറൊന്നും നിൽക്കൂല സക്രാത്തുൽ മൗത്ത്. ഒരു സെക്കൻഡിന്റെ വ്യത്യാസമുള്ളൂ ഞാനും അള്ളാഹിനെ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ശരി. അപ്പം ആകസ്മികമായ മരണത്തെ ഒന്നും നമ്മൾ അള്ളാഹുവിന്റെ അടുത്ത് എപ്പോഴും കാവൽ തേടണം. പഠിച്ചവനെ പെട്ടെന്ന് അങ്ങനെ മരണപ്പെട്ടു നമുക്കൊരു ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത് തയ്യാറെടുത്തിട്ട് മരണത്തിന് ഒരുങ്ങി നിന്ന് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ പോവല്ലോ. നമ്മൾ നല്ലൊരു ഖൽബുൻ സലീമായിട്ട് ഒരുങ്ങി നിൽക്കാലോ എപ്പോഴും. അപ്പൊ ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞോളൂ. നിങ്ങൾക്ക് കൃത്യമായിട്ട് അള്ളാഹു എത്തിച്ചു തന്ന സന്ദേശം. ശരി, ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞു കൊടുക്കുക, ഏറ്റവും ആദ്യം പറഞ്ഞു കൊടുക്കാറ്, നിങ്ങളും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളുടെ മക്കളും മരിക്കും. ഇത് അതിനെ മനസ്സിലാക്കി കൊടുക്കൂ സഹോദരന്മാരെ. ഇന്ന് പ്രശ്നം എവിടെ കിടക്കുന്ന വെച്ചാല്, നമ്മൾ ക്യാൻസർ എടുത്തേക്ക് അള്ളാഹ് ഇനിയിപ്പോ തീർന്നല്ലോ ആയുസ്. ഞാനിപ്പോ ഒരു നിങ്ങളെക്കാട്ടി മുമ്പ് ചിലപ്പോൾ ഞാൻ ഭൂമിന്റെ അടിയിലേക്ക് പോകും. അപ്പം മരണം സുനിശ്ചിതമാണ്. നല്ല ദീനിയായ മക്കളാണെങ്കിൽ സുഖമാണ്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഞാൻ പറയാറുണ്ട്, ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാർദ്ധക്യത്തിലേക്ക് എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ചവർക്ക് അവരുടെ മക്കളെ എങ്ങനെ അനുസരിച്ച് അത് ഇരിക്കും സഹോദരന്മാർ. അത് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ജീവിത കാലഘട്ടത്തിൽ മക്കൾക്ക് ദീന് കൊടുത്തിട്ടില്ലെങ്കിൽ, നല്ലോണം ശ്രദ്ധിച്ചോളാം, വലിയ ഭൗതികമായ ഡിഗ്രികളും പേരും പ്രശസ്തിയും ധൂർത്തൻ കല്യാണം വീമ്പളക്കാൻ ഒരുപാട് സ്ഥലത്ത് അമേരിക്കയിലും ഗൾഫും മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് ദീനില്ലെങ്കിൽ മക്കൾ ആരാരും ആരാധിക്കാൻ പോകുന്നത്? അവനവന്റെ നഫ്സിനെ ആരാധിച്ചു തുടങ്ങും. അവനവന്റെ നഫ്സിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ എന്താ ചെയ്യാ? എൻ്റെ ഉമ്മനെ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ കൊടുക്കണം, വെന്റിലേറ്റർ ഇടണം, ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടു, അവിടെ കൊണ്ടുപോകണം, ഇവിടെ കൊണ്ടുപോകണം, ഇനിയും ഞാൻ വിട്ടുകൊടുക്കൂല. എൻ്റെ ഉമ്മന്റെ ജീവിതം ഞാൻ അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കൂല. ഈ ജീവിതം പറഞ്ഞത് നമ്മുടെ കയ്യിലാണ്, എൻ്റെ പൈസയിലുണ്ട്, എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിൽ ഇന്ന ഹോസ്പിറ്റലുണ്ട്. നരകിച്ച് മരിച്ചു പോകും സഹോദരന്മാര്.
എൻ്റെ വാക്ക് എൻ്റെ ആരെങ്കിലും വേദനിപ്പിക്കണം, എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം. ഒരുപാട് കാണുന്നുണ്ട് സഹോദരന്മാരെ. എത്ര ഉപദേശം അവർക്ക് കൊടുത്താലും, രോഗികളുടെ ബന്ധുക്കൾക്ക് കൊടുത്താലും, ഇന്ന് ബന്ധുക്കൾക്കൊരു വിശ്വാസമുണ്ട്, ഡോക്ടർമാരുടെ കയ്യിലാണ് ജീവനും മരണവും. അത് ഡോക്ടർമാർക്ക് കുറെ വിശ്വാസം ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കുന്നത്. ഈ ജീവിതം മരണം നമ്മുടെ കയ്യിൽ. അതായത് നമ്രൂദ് ഉണ്ട്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ രാജാവിന് അങ്ങനെ തന്നെ തോന്നിപ്പോയി, ജീവനും മരണം നമ്മുടെ കയ്യിലാണ്. ഒരാളങ്ങ് കൊന്നു മറ്റേ വെറുതെ വിട്ടു, ഇതാ കണ്ടോ. അതേപോലെയാണ് കുറച്ച് ഡോക്ടർമാർക്കും ചിന്ത. സഹോദരന്മാർ, നമ്മൾ കുറച്ചെങ്കിലും ബോധം ഉണ്ടാവണം. ഇപ്പോഴെങ്കിലും ഒരു മനുഷ്യനും ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പറ്റില്ല. ഇത്രയും ബോധം നമുക്ക് വേണ്ടേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ജനിക്കുന്നതിനാട്ടി മുമ്പ് അവിടെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് മലക്കുൽ മൗത്തിനെ. റെഡിയായിട്ട് നിൽക്കുന്നുണ്ട് ഓരോരുത്തരുടെ റൂഹ് പിടിക്കാൻ. ബോധമില്ലാത്ത കുറെ സങ്കടമുണ്ട് സഹോദരന്മാരെ, ദുഃഖമുണ്ട്. വിഷമത്തോടെ പറയുന്നത്, കുറെ സമ്പത്തുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, കുറെ ATM കാർഡുള്ള കുറെ പോത്ത് പോലത്തെ മക്കളുണ്ട്. ഒരു ബോധമില്ലാതെ സ്വന്തം ഉമ്മ ഉപ്പനൊക്കെ എന്ത് ചെയ്യാനാ? ഉമ്മയും ബാപ്പ വാർദ്ധക്യത്തിലേക്ക് എത്തി അപ്പം കുറച്ച് ദീനായിട്ടുണ്ടാവും. അപ്പോഴേ അവര് ഹിജാബ് ധരിച്ച് പർദ്ദയൊക്കെ ധരിച്ച് ബാപ്പൊക്കെ കുറച്ച് താടിയൊക്കെ വെച്ച് അന്ന് ജമാഅത്ത് പോയി. ഈ 50-60 വയസ്സിലേ തുടങ്ങിയിട്ടുള്ളൂ. എന്ത് സംഭവിച്ചു? അവരുടെ കർമ്മത്തിന്റെ കർമ്മഫലം, അനന്തരഫലം അവർ തന്നെ അനുഭവിച്ചു തുടങ്ങി ഭൂമിയിൽ. മക്കൾ വെറുതെ വിടൂല, മക്കള് മാതാപിതാക്കളെ വെറുതെ വിടൂല. നരകിപ്പിച്ച് ടെസ്റ്റ് ചെയ്ത് മറ്റേ ചെയ്ത് വെന്റിലേറ്റർ ഇട്ട് പിന്നെ ട്രക്യോസ്റ്റമി ചെയ്ത് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചളയും. നമ്മളൊക്കെ ഒരുപാട് വിഷമം കൊണ്ട് പറയാം സഹോദരൻ. എത്ര മക്കൾക്ക് പറഞ്ഞാൽ തലച്ചുകൊണ്ട് ഉള്ളിൽ കയറൂല. എന്താ? ദീനി ബോധം ഇല്ലാത്തതുകൊണ്ട്. അപ്പോ ഈ അടുത്തും വന്നപ്പോ രണ്ടുപേര് വന്നിട്ടുണ്ട്. ഒന്ന് ഉപ്പ ഒന്ന് ഉമ്മ. രണ്ടുപേർക്കും മാരകമായ രോഗമാണ് അവസാനം എത്തിയിട്ടുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ അവർ രണ്ടുപേരുടെ മക്കള് വേറെ കുടുംബത്തിലെ രണ്ടുപേരുടെ മക്കൾ നല്ല ദീനിയാണ്. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ആശ്വാസം. നമ്മൾ പറയുന്നത് തലച്ചോണ്ടുള്ളിൽ കേറും, കുറച്ച് ദീനി മക്കളാണെങ്കിൽ. അപ്പോൾ ഞാൻ മക്കൾക്ക് പറയും, മക്കളെ നിങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കരുത്. ഉമ്മൻ്റെ ബാപ്പൻ്റെ ഒക്കെ എല്ലാ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി, ബാധ്യതകൾക്ക് നിറവേറ്റി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇനി ബാക്കി ആഗ്രഹങ്ങളൊന്നുമില്ല, മക്കളെ കെട്ടിച്ചു കൊടുക്കാനോ ഇല്ല. എല്ലാവരും കുറച്ചൊരു ഹജ്ജ് ചെയ്തിട്ടുണ്ടോ അൽഹംദുലില്ലാ. അപ്പോ ഞാൻ ഈ ഉമ്മമാരത്ത് പറയും, ഉമ്മ ചിലർക്ക് ചികിത്സിക്കണ്ട എന്ന് തീരുമാനം. ഇന്നേ വരെ ഒരു മരുന്ന് വെച്ചില്ല ഡോക്ടറെ, അതുകൊണ്ട് എനിക്ക് ചികിത്സിക്കണ്ട. ചില നല്ല ദീനിയായ ഉമ്മമാരൊക്കെ പറയും, ഏതായാലും ഡോക്ടർ ഇവിടെ എത്തിയില്ലേ, ഇനി ചികിത്സിക്കുകയേ ചെയ്യണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, പ്രത്യേകിച്ച് ക്യാൻസർ ഒക്കെ അത് ലേറ്റ് സ്റ്റേജ്, ചിലപ്പോൾ ചിലരുടെ വലിയ ഭാഗ്യം കൊണ്ട് ചിലർക്ക് അവസാനത്തെ സ്റ്റേജിൽ അല്ല കാണിച്ചു കൊടുക്കുള്ളൂ. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊക്കെ തോന്നും, എന്തോ ഒരു ആരോഗ്യമാണ് ആഫിയത്ത്. അറിയില്ല സഹോദരന്മാരെ, സത്യം പറയാൻ അറിയില്ല. എൻ്റെ നിങ്ങളുടെ നാളെ പെട്ടെന്നൊരു തലവേദന വന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അതാ അവിടെ വലിയൊരു മുഴ നേരത്തെ ഉണ്ടായിരുന്നു. എൻ്റെ നിങ്ങളുടെ ഒരു നെഞ്ചുവേന വന്നപ്പോൾ വെറുതെ ഒന്ന് എക്സ്റേ എടുത്തേക്കത്, അപ്പൊ അടച്ചവന് അവിടെ ഒരു വലിയ മുഴ ഉണ്ടായിരുന്നു. ചെറിയൊരു വയറിന് അസ്വസ്ഥ, സ്കാൻ എടുത്തപ്പോൾ അതാ ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു. കുറെ മാസങ്ങളോളം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ വലിയ അഹങ്കരിച്ച് നിസ്കരിക്കാതെ നടക്കുമ്പോൾ നമ്മളേക്ക് എൻ്റെ ശരീരത്തിന് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ കുറെ അഹങ്കാരികൾ ധിക്കാരികളുണ്ട്. ശരി. അപ്പോ ഞാൻ പറയും, നിങ്ങൾ ലേറ്റ് സ്റ്റേജ് ക്യാൻസറൊക്കെ ആണ്, നിങ്ങളുടെ ബാധ്യതകളൊക്കെ നിറവേറ്റി. അങ്ങനെ ഡോക്ടർമാർ പറയാ എത്ര മരുന്ന് കൊടുത്താലും ചികിത്സിച്ച് ഭേദമാവാനുള്ള സാധ്യത ഇല്ല. അതായത് പാലിയേറ്റീവ്. അപ്പൊ ഞാൻ പറയാം, നിങ്ങൾ പാലിയേറ്റീവിലേക്ക് ഉപയോഗിക്കാം. അതായത് ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് നിങ്ങൾ മാറ്റുക. വേദനന്റെ ഗുളിക, ഛർദി നിൽക്കാനുള്ള ഗുളിക, ക്ഷീണമുണ്ടെങ്കിൽ ഡ്രിപ്പ് ഇടിപ്പിക്കാം. അങ്ങനെ പാലിയേറ്റീവിലേക്ക് പോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്ര സുഖമായിട്ട് അറിയ സഹോദരന്മാർ ഒരുപാട് പേര് മരണപ്പെട്ടു പോകുന്നത്. നമ്മൾക്കൊരു തെറ്റിദ്ധാരണയാണ് നമുക്ക് മരണത്തിനെ പിടിച്ചു വെക്കാൻ പറ്റുന്നത്. അങ്ങനെ എനിക്കറിയത് എങ്ങനെയാണ് എപ്പോഴാണ് ആരാ മനസ്സിലാക്കുന്നത്. മരണത്തിനെ പിടിച്ചു വെക്കാൻ പറ്റൂല സഹോദരന്മാരെ, റൂഹ് അങ്ങ് പിടിച്ചു കൊണ്ടുപോകും. അല്ലാഹുവേ, എന്തൊരു ദുരന്തമാണ് ഓരോ മരണമായിട്ട് കാണുന്നത്. അതിനാരാ കാരണക്കാരൻ? നമ്മൾ തന്നെ. അപ്പൊ റബ്ബിനെ കുറ്റപ്പെടുത്തരുത് പ്ലീസ്, ഒരിക്കലും റബ്ബിനെ കുറ്റപ്പെടുത്തരുത്. ഇനിയിപ്പോ ചിലർ മാതാപിതാക്കൾ എന്ത് ചെയ്യാനാ ഡോക്ടറെ, മക്കൾ ഇങ്ങനെ തീരുമാനമെടുക്കുക, അത് തെറ്റാണ്. എന്ത് ചെയ്യാനല്ല, നിങ്ങൾ വളർത്തിയ മക്കളാണ്. നിങ്ങളിലൂടെയാണ് മക്കൾ 10, 15, 20 വയസ്സ് വരെ ജോലി ചെയ്യുന്നവരെ നിങ്ങളിലൂടെ വളർന്നത്. അപ്പൊ അവർക്ക് അപ്പൊ ദീനീ ബോധം കൊടുക്കുന്ന അപ്പൊ നമ്മള് സിനിമയിലും പാട്ടിലും മറ്റേ സ്റ്റാർ സിംഗറും മറ്റേ മൊബൈലിലും കമ്പ്യൂട്ടറിലും മറ്റേ ടിവിയിലും സ്ക്രീനിലൊക്കെ വരുന്ന നിങ്ങൾ ഇഷ്ടപ്പെട്ടു. അതിന്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കുന്നതേ ഉള്ളൂ. നല്ലോണം ചിന്തിക്കണം. അപ്പൊ ചികിത്സിച്ച് മാറില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി നിങ്ങൾ പാലിയേറ്റീവ്. ഈ അടുത്തൊരു ഉപ്പ അപ്പൊ ഉപ്പ എനിക്ക് ഡോക്ടർ മരിക്കാന്ന് വലിയ ദിവസം പോകണം, ഇങ്ങനെ തന്നെ എൻ്റെ അടുത്ത് പറയാ. നല്ല ഈമാണ്ടല്ലോ ഉപ്പ. ഉപ്പനെ വെറുതെ വിടുങ്ങള്. ഉപ്പ എന്നിട്ട് ജമാഅത്തിന് പോയി എല്ലാം
കുറച്ച് രാവിലെ തന്നെ വിളിക്കുന്നു, ഡോക്ടറെ മോൻ വിളിക്കുന്നു, ചെറുങ്ങനെ ചുമച്ച് രക്തം തുപ്പുന്നു. അപ്പം മോനത്ത് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഒരു കാഞ്ച് പനിയുണ്ട്, ഞാൻ ഒരു കാഞ്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോ. അപ്പം അവർ ഹോസ്പിറ്റലിൽ എത്തി. എനിക്ക് പ്രത്യേകിച്ച് 2-3 നിങ്ങൾ വെന്റിലേറ്റർ ഇടരുത് ദയവ് ചെയ്ത് അവിടുന്ന് ഐസിയുലേക്ക് കയറ്റണം ഹോസ്പിറ്റൽ. ഞങ്ങൾ സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലുകാർ അങ്ങനെ പറയുള്ളൂ. ഹോസ്പിറ്റലുകാർ വിചാരിക്കുന്ന അവരുടെ കയ്യിലാണ് അവരുടെ ഈ ഉപ്പന്റെ റൂഹ് എന്ന്. അത് മാത്രമല്ല, ഓരോ ഐസിയുയിൽ വെന്റിലേറ്റർ കയറിക്കാൻ ഒരു ദിവസം 10,000, പിന്നെ അങ്ങോട്ട് 10 ദിവസത്തേക്ക് 1,00,000. ഇങ്ങനെ പോകുന്ന അറിയില്ല സഹോദരന്മാരെ, സമ്പത്ത് പോകുന്ന അറിയില്ല. അങ്ങനെ ATM കാർഡ് കൊടുത്താൽ മതി, തൊട്ടതാഴത്ത് ATM മെഷീൻ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് വെന്റിലേറ്റർ ഇടല്ലേ. മക്കൾക്ക് നല്ല ദീനീ ബോധമുണ്ട്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഉപ്പനെ റൂമിലേക്ക് എടുത്ത് സുബ്ഹാനല്ലാഹ്. രാവിലെ വിളിച്ച ഉപ്പനെ ഡോക്ടറെ ലോഹറിനെ ഒന്നും കൂടി വിളിച്ച്, ഡോക്ടറെ ഉപ്പ മരണപ്പെട്ടിട്ടോ, മഗ്‌രിബാകുമ്പോ ഖബറടക്കി. എന്നിട്ട് അവർ മക്കൾ ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഐസിയിലും കയറ്റിയില്ല, വെന്റിലേറ്ററും വിട്ടിട്ടില്ല. നമ്മളൊക്കെ ഉമ്മയും മക്കളൊക്കെ വെള്ളം കൊടുത്ത് കലിമ ചൊല്ലി, ബാപ്പ നല്ല തെളിഞ്ഞ നല്ല കലിമ ചൊല്ലിയിട്ട് തന്നെ പോയി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. സഹോദരന്മാരെ, നമ്മൾ തന്നെയാണ് നമ്മുടെ വിധി നിർണയിക്കുന്നത്. നല്ലോണം ചിന്തിച്ചോ. മരിക്കുന്ന സമയം മരിക്കും, പക്ഷെ എങ്ങനെ മരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു എനിക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ഇനി അതേ അവസരത്തിൽ നിങ്ങൾക്ക് ക്യാൻസർ കണ്ടുപിടിച്ചു, ശരി, ചികിത്സിക്കാനുള്ള സ്റ്റേജാണ്. ചികിത്സിച്ചാൽ രോഗം മാറുമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഡോക്ടർമാർ പറയുകയാണെങ്കിൽ ഏത് ചികിത്സ എടുക്കണം? കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, സർജറി. ഞാൻ പറഞ്ഞു, തീർത്തൊരു ഉമ്മ പറഞ്ഞു, ഇല്ല ഡോക്ടർ തുടക്ക സ്റ്റേജാണ്, ഇല്ല ഡോക്ടർ ഞാൻ ഒന്നും മരുന്ന് അങ്ങനെ പറ്റില്ല. അള്ളാഹു നമ്മൾക്ക് കാണിച്ചു തന്നു, ചികിത്സിക്കാനുള്ള സ്റ്റേജ് എത്തി തന്നു. അപ്പം നമ്മൾ മാക്സിമം ചികിത്സ എടുത്തിട്ട് നമുക്ക് അള്ളാഹു മുഴുവൻ ചികിത്സിച്ച് മാറണം. നിങ്ങൾക്ക് ഇനിയും 5 കൊല്ലം വിവാദത്തിയല്ലോ, ഇനിയും 5 കൊല്ലം വിവാദത്തിയ. അതിനെ വെറുതെ അങ്ങ് വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിങ്ങനെ വളർന്ന് വല്ലാത്ത പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ചികിത്സിക്കുന്ന സ്റ്റേജാണ് തീർച്ചയായിട്ടും ചികിത്സിക്കുക. ഇനി രണ്ടാമത്തെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറ്, രോഗവും മരണം തമ്മിൽ വലിയ ബന്ധമില്ല. ഇത് നമ്മൾ തിരിച്ചറിയണം. ക്യാൻസർ വന്ന് അപ്പത്തേക്കുണ്ടാ കുറെ ബന്ധുക്കൾ വാടി മുഖമായിട്ട് ഇനി ഉമ്മ ഇത്ര കൊല്ലുള്ളൂ, അപ്പൊ ഞാൻ നല്ലോണം കൊടുക്കും. മക്കളെ, ഉമ്മന്റെ കാട്ടി മുമ്പ് ചിലപ്പോ നിങ്ങൾ ഖബറിന്റെ ഉള്ളിൽ പോകും, അപ്പൊ നെട്ടും. അതേ സഹോദരന്മാരെ, ഇതെന്താ സീരിയൽ ഓർഡറിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഉമ്മ 65, പിന്നെ മകൻ 45, പിന്നെ അടുത്ത മോള് 35. ഈ സീക്വൻസിൽ അങ്ങനെ മരിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? അപ്പോ മരിക്കാനൊരു കാരണമൊന്നും വേണ്ട. ചിലപ്പോൾ ക്യാൻസർ ബാധിച്ച രോഗി സുഖമായി ജീവിച്ച് ഒരു രാവിലെ സുബഹിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് കലിമ ചൊല്ലി അങ്ങ് പോയി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ എത്രയോ കാണുന്നുണ്ട് സഹോദരന്മാരെ. നേരെ മറിച്ച് വീട്ടിൽ തന്നെ മക്കളുണ്ടാവും, പെട്ടെന്ന് റോഡ് ആക്സിഡന്റിൽ മരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇതൊക്കെ എപ്പോഴാണ് ഈ സമൂഹത്തിന് ബോധം വരിക? അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ മരണത്തെ പറ്റി തീർച്ചയായിട്ടും മരണത്തിന് നമ്മളൊക്കെ എല്ലാ ദിവസവും പ്രതീക്ഷിക്കുന്നു, അതേപോലെ ഇപ്പോഴും പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ ശരി, അങ്ങനെ തന്നെ ഡോക്ടർ ഞാൻ എപ്പോഴും തഹജ്ജുദ് നിസ്കരിക്കും. ഞാൻ പറഞ്ഞു, നല്ല തഹജ്ജുദ് നിസ്കരിച്ചോ, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോ, നിങ്ങൾ സദഖ കൊടുത്തോ, അത് എപ്പോഴും ചെയ്യണം. അതിന് ക്യാൻസർ വരാൻ കാത്ത് കരുതില്ല, നേരത്തെ തന്നെ ചെയ്യണം. ശരി, പക്ഷെ നല്ല ദീനിയായ ഉപ്പമാരൊക്കെ നല്ല ബോൾഡാ. നമ്മൾ ഇനി ഇൻഷാല്ലാഹ് ബാക്കിയൊന്നും ആകണമെന്നില്ല ഡോക്ടർ, നല്ല ഈമാനോട് മരിക്കണം. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് വലിയ നല്ല ഈമാന്റെ അവസ്ഥയിൽ മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. രണ്ടാമത്തെ വലിയ പ്രശ്നം, ഒരുപാട് ദീനിയായ ഉപ്പമാർക്ക് അവസാനത്തെ അവസ്ഥയിൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല, തഹജ്ജുദ് കിട്ടുന്നില്ല, സുന്നത്ത് നോമ്പ് എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ദയവ് ചെയ്ത് ഏറ്റവും ആദ്യം നിങ്ങളുടെ ഹൃദയം അങ്ങേയറ്റം വിനയാന്വിതനായിട്ട് നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിന്റെ അടുത്ത് പോകണം. നമ്മൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തഹജ്ജുദും ഉംറയും ഖുർആൻ ഹത്തും ഹിഫ്ളും സദഖയും ഒക്കെ എന്തൊക്കെയോ ചെയ്ത് കൂമ്പാരമായിട്ട് കിബിർ നടിച്ചിട്ട് ഞാൻ വലിയ ആളാണെന്ന് വിചാരിച്ച് അള്ളാഹിന്റെ അടുത്ത് പോകരുത്. അത് വലിയ അപകട, നരകത്തിലെത്തിപ്പോവും. കർമ്മങ്ങൾ ഒരുപാട് ചെയ്ത് നരകത്തിലേക്ക് എത്തിപ്പോവും. നേരെ മറിച്ച് കഴിയുന്നത്ര അള്ളാഹുവെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതകാലത്ത് ആയുസ്സുള്ള കാലത്ത്, ആഫിയത്തുള്ള കാലത്ത് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ട്, കഴിയുന്നത്ര ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. കുറ്റബോധത്തോടെ പോകണം. അങ്ങനെ അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹ്ക്ക് വിനയം ഇഷ്ടമാണ്, കുറ്റബോധം. അല്ലാഹു മഹീന അൽ കിതാബി വസ്സുന്ന വമിത്ന മഅൽ ഈമാനി വത്തൗബ. തൗബ പറഞ്ഞിരിക്കുന്ന ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ. മക്കം ഫത്തിന് ശേഷം ഇറങ്ങിയ സൂറത്തുൽ നസ്റിൽ എന്താ പറഞ്ഞേ? ഇസ്തിഗ്ഫാർ ചെയ്യ് നബിയെ. നബിനെ കഴിവുകൊണ്ടെന്നല്ലേ മക്കി മദീനൊക്കെ കിട്ടിയിരിക്കുന്നത് നബിയെ. ഒരു ചിന്ത പോലും വരരുത്. അസ്തഗ്ഫിറുല്ലാ. വിജ്ഞാൻ ഇതിനേറ്റ് തലയൊക്കെ ഇങ്ങനെ താനെ ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താ, ഇത്രയും നാളെ അൽഹംദുലില്ലാഹ് കഴിയുന്നത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അള്ളാഹുവിന്റെ ഒരു വിധിയാണ് ഉമ്മ, ഇതൊരു പരീക്ഷണമാണ്.
അള്ളാഹു സ്നേഹിക്കുന്നവരെ അള്ളാഹു പരീക്ഷിക്കുള്ളൂ. ഇപ്പൊ അള്ളാഹിനെ സ്നേഹിക്കുക, അള്ളാഹ്ക്ക് സ്നേഹമില്ലാത്ത ആൾക്കാരെങ്ങനെ സിഗരറ്റും വലിക്കും, ടിവിയും കാണും, നിസ്കരിക്കുകയും ചെയ്യില്ല, പലിശയും തിന്നും, ഒരു തലവേദന വെല്ലടിയും ഒറ്റയടിക്കങ്ങ് പോകും, തീർന്ന് നരകത്തിലേക്ക്. ഇസ്തിഗ്ഫാറും കൂടി ചെയ്യാതെ ഫിറഔനെ കൊടുക്കടലിൽ മുക്കിയ പോലെ, കാറൂനെ ഭൂമി വിഴുങ്ങിയ പോലെ ഒറ്റയടിക്കങ്ങ് ഡിമ്പന്ന് പോകും. അങ്ങനെ കുറെ പേര് പോകും, പോയി തീർന്ന്. അവർക്ക് ജീവിതം ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ച് ഇസ്തിഗ്ഫാർ ചെയ്ത് അങ്ങ് ഖബറിലേക്ക് പോയി സഹോദരന്മാരെ. അപ്പോ ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷണം തന്നത്. ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്തോ. തഹജ്ജുദ് പറ്റി നിങ്ങൾ നിസ്കരിച്ചോളൂ. നിസ്കാരം നിൽക്കാൻ പറ്റില്ല, ഇരുന്ന് നിസ്കരിച്ചോളൂ, കുഴപ്പമില്ല. ഇനി സുന്നത്ത് നോമ്പ് എടുക്കേണ്ട എന്ന് വെച്ചാൽ ഫർള് തന്നെ അള്ളാഹു പറഞ്ഞ രോഗികൾക്ക് ഒഴിവാക്കി തന്നിട്ടുണ്ട്. സുന്നത്ത് എടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് സുന്നത്ത് നോമ്പ് എടുത്തോണ്ട് കൂലി കൂടുതൽ കിട്ടുമെന്ന് അള്ളാഹ് ഇവിടെ എഴുതിയിട്ടില്ല. മറിച്ച് അള്ളാഹിന്റെ ഇളവുകൾ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷയും കിട്ടും. അത് മാത്രമല്ല സഹോദരന്മാരെ, നല്ലോണം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും വലിയ ഇബാദത്ത് ഹൃദയത്തിന്റെ ഇബാദത്താ. അതെന്താ അറിയോ? വിധിയിൽ തൃപ്തിപ്പെടുക. അത് വലിയ ഇബാദത്താ. അത് പലർക്കും പറ്റൂല. എന്റെ ഉമ്മത്ത് പറഞ്ഞെടുത്ത്, ഉമ്മ സഹാബാക്കൾക്ക് ഏറ്റവും വലിയ പരീക്ഷണം എന്താ അറിയോ? ബദറും ഉഹദൊന്നുമല്ല, പട്ടിണി ആയിരുന്നില്ല, അത് ശീലമായിരുന്നു അവർക്ക്, യുദ്ധം ശീലമായിരുന്നു. ഏറ്റവും വലിയ പരീക്ഷണം ഹുദൈബിയ സന്ധിയായിരുന്നു. അള്ളാഹുവെ സ്വപ്നം കണ്ട് മോഹിച്ച് പ്രവാചകന്റെ കൂടെ ഒരുമിച്ച് ഉംറ ചെയ്യുന്ന സ്വപ്നം കണ്ട് ഈ സഹാബാക്കൾ വന്നിട്ട് അവിടെ വെച്ച് പറയാം, മടങ്ങിപ്പോകണം, ഇപ്രാവശ്യം ഉംറ ചെയ്യാൻ പറ്റില്ല. ഉമർദാന് വല്ലാണ്ട് ദേഷ്യം പിടിച്ച് വെച്ച്, നബി തന്നെയല്ലേ, നമുക്ക് പോയിട്ട് യുദ്ധം ചെയ്തിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാ. അത്രയും വിഷമമുണ്ടായിരുന്നു. എന്താ ഉംറ ചെയ്യാൻ പറ്റിയില്ല. ഇതാണ് ഓരോ വിശ്വാസികൾക്ക് അവസാനത്തെ സ്റ്റേജിൽ വരാൻ പോകുന്ന വലിയൊരു പരീക്ഷണം. ജമാഅത്തിന് പോകാൻ പറ്റാതെയാവും, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റാതെയാവും, അല്ലെങ്കിൽ നോമ്പ് നോക്കാൻ പറ്റില്ല. അപ്പൊ അവർക്കൊക്കെ ആശ്വാസം കൊടുക്കാണ്ട് പഠിച്ചോ മഹാകാരുണ്യം കേട്ടോ. ഒരു 10-25 വർഷമായി അള്ളാഹിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ പരിചയപ്പെട്ടുകൊണ്ട് പറയും, അള്ളാഹുവിന് സത്യം അത്രമാത്രം കാരുണ്യവാനായ റബ്ബാണ്. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത എന്തൊക്കെ കർമ്മങ്ങളുണ്ടോ, നിങ്ങൾ ഇതുവരെ ചെയ്ത തഹജ്ജുദ് ഉണ്ടോ, ഇതുവരെ ഖുർആനായിട്ടുള്ള ബന്ധമുണ്ടോ, ഇതുവരെയുള്ള സുന്നത്ത് നോമ്പുണ്ടോ, നിങ്ങളത് ചെയ്യാതെ പോലും നിങ്ങളുടെ റബ്ബിന്റെ ഖനിയായ റബ്ബ് ഖജനാവ് തുറന്നിട്ടിട്ട് നിങ്ങൾ ഈ രോഗത്തിന് അവസ്ഥയിൽ എഴുതി വെക്കും. എന്തൊരു നല്ല റബ്ബാണ് റഹ്മാൻ റബ്ബ്. ഈ റബ്ബിനല്ലേ നമ്മൾ ആരാധിക്കുന്നത്. നീ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിഷമിക്കരുത്. നിങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ, സൽപ്രവർത്തനങ്ങൾ ഇതാ ഇപ്പോഴും നിങ്ങൾ ചെയ്യാതെ എഴുതിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ വയറുവേദന ഉണ്ടാവും, ഛർദി ഉണ്ടാവും, തലവേദന ഉണ്ടാവും. അവിടെ സമയത്ത് ഇസ്തിഗ്ഫാർ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. ശരി. മൂന്നാമത്തത് വലിയ പ്രശ്നം, ഈ മാതാപിതാക്കൾക്ക്, നല്ല ദീനിയായ മാതാപിതാക്കൾക്ക് അടുത്തൊരു ഉമ്മ എന്ന് പറഞ്ഞാൽ, അല്ല ഡോക്ടറെ മക്കൾക്ക് ബുദ്ധിമുട്ടാവൂലേ? ഇത് പൊതുവെ എല്ലാവരുടെ പ്രശ്നം. എൻ്റെ അതേ ഉമ്മാന്റെ വായോട് പറഞ്ഞ്, ഞാൻ എൻ്റെ മാതാപിതാക്കൾ നല്ലോണം നോക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ഉമ്മടുത്ത് വെച്ചു, ഉമ്മക്ക് തഖ്വയുണ്ട്, ഉമ്മന്റെ മാതാപിതാക്കളെ നോക്കാൻ ഉമ്മക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഉമ്മ എന്താ മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ മക്കൾ നിങ്ങളെക്കാട്ടി തഖ്വ കുറഞ്ഞവരാണോ? അവർ നിങ്ങളെക്കാട്ടി ദീന് കുറവിട്ടുള്ളവരും? അങ്ങനെ ചിന്തിക്കുക ചെയ്യരുത് സഹോദരന്മാരെ. എൻ്റെ മാതാപിതാക്കളെ പറിച്ചാൽ അവർക്ക് വിഷമം, ഞാൻ വിഷമിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ നോക്കുന്നത്. നമ്മൾ നിങ്ങളെ നോക്കുന്ന, ഉമ്മ ബാപ്പനെ നോക്കുന്ന, നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ കബറിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാതാപിതാക്കളെ നോക്കുന്നത്. അതുകൊണ്ട് ഉമ്മ അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. എന്നിട്ട് ഞാൻ ഉമ്മത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഉമ്മ ഈ മക്കൾക്ക് ക്യാൻസർ വരുന്നത് ഇഷ്ടമാണോ? അതൊക്കെ വേണ്ട ഡോക്ടറെ. അല്ല, ചിലപ്പം ഇതൊരു പരീക്ഷണ. ഉമ്മന്റെ ക്യാൻസർ തന്നെ ഒരു പരീക്ഷണം. ഉമ്മനെ നോക്കി നടക്കുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കളെ പരീക്ഷിക്കുക ചെയ്യുന്നത്. ആ ഒരു പരീക്ഷണം കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. മക്കൾ സ്നേഹപൂർവ്വം നോക്കിക്കോട്ടെ, അതിനുള്ള കൂലി മക്കൾക്ക് അള്ളാഹു കൊടുത്തോളും. ഈ പരീക്ഷണല്ലേ ചിലപ്പോൾ ഈ മക്കൾക്ക് വേറെ ക്യാൻസർ കൊടുത്തിട്ടായിരിക്കും അള്ളാഹ് പരീക്ഷിക്കുക. അപ്പോൾ മാതാപിതാക്കൾക്ക് രോഗം വന്നത് അത് നോക്കി നടക്കേണ്ട ബാധ്യത എല്ലാ മക്കൾക്കും. അതിന് നല്ല ദീനീബോധം ഉണ്ടാവും കേട്ടോ. വെറുതെ ഗൾഫിൽ പോയിട്ടിട്ട് ഒരു ഇടയ്ക്ക് വാട്സാപ്പിലിട്ടൊരു മെസ്സേജ്, ഉമ്മൻ അള്ളാഹു ഷിഫിയാക്കി തരട്ടെ, അല്ല അവിടുന്ന് ഒരു ചെക്ക് അങ്ങ് അയച്ചു കൊടുക്കുക, അതല്ല. അങ്ങനെയല്ല, അടുത്തുണ്ടാണ്, സാന്നിധ്യം ഉണ്ടാവണം. അതിന് വലിയ ഭാഗ്യം ഉണ്ടാവണം. അതിന് ഭാഗ്യം വരുന്നതിന് മുമ്പ് ഹൃദയത്തിലെ വികാരം നേരത്തെ ഉണ്ടാവണമായിരുന്നു. അല്ലാണ്ട് പറയണമായിരുന്നു, പ്രാർത്ഥിക്കണമായിരുന്നു. ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് വെറുതെ അവിടെ പോയിട്ട് ഗൾഫിലൊന്നും നാട്ടിലൊന്നും പോയിട്ട് വെറുതെ അഭിനയിച്ചിട്ട് കാര്യമില്ല. അതിനുള്ള ഭാഗ്യം നല്ല തരില്ല. അപ്പോൾ അങ്ങനെ നല്ല ദീനിയായ മക്കളൊക്കെ അടുത്തുണ്ടാവും. പിന്നെ അവരുടെ മക്കൾക്ക് ഒരു പരീക്ഷണം, ഉമ്മൊന്നും വിഷമിക്കേണ്ട, അതിലൂടെ അവർക്ക് സ്വർഗം കിട്ടും, അവർക്ക് ഭാവിയിൽ അല്ലാഹ് നന്നാക്കി കൊടുത്തോളൂ, ഉമ്മൊന്നും വിഷമിക്കേണ്ട, ഉമ്മ ഒരിക്കലും അവർക്ക് തലവേദന ഇല്ല, ബുദ്ധിമുട്ടല്ല. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ചികിത്സ എടുക്കുന്ന തീരുമാനം നല്ലോണം സൂക്ഷിച്ച് വേണം എടുക്കാൻ. 1, 2, 3 ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കുക, നല്ല തെളിഞ്ഞ മനസ്സോട് ചിന്തിക്കുക. എന്നിട്ട് 2 റക്അത്ത് ഇസ്തിഖാറത്ത് നമസ്കരിച്ചിട്ട് തവക്കൽതു അലല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹു തവക്കുൽ ചെയ്ത് അങ്ങ് മുന്നോട്ടേക്ക് ഇറങ്ങുക. പിന്നെ ബാക്കോട്ടേക്ക് ചിന്തിക്കരുത്. എന്തൊക്കെ ബാധ്യതകളൊക്കെ നിറവേറ്റാനുണ്ടോ നിറവേറ്റി, എത്രയും പെട്ടെന്ന് കടമുണ്ടെങ്കിൽ കടം തീർക്കുക, ഒരുപാട് ഇസ്തിഗ്ഫാർ ചെയ്യുക.
ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ഫർദ് നിർബന്ധമായിട്ട് ചെയ്യാം. സുന്നത്ത് കഴിയുന്നിടത്ത് നമ്മൾ ബുദ്ധിമുട്ടിയിട്ട് സുന്നത്ത് നോമ്പൊന്നും എടുക്കാതിരിക്കുക. പിന്നെ ഈ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവോ അങ്ങനെ അധികം ചിന്തിക്കണ്ട, ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾ നല്ല മനസ്സുള്ള മാതാപിതാക്കളുണ്ടല്ലോ, സത്യം പറയാം, മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടാക്കില്ല. വ്യക്തിപരമായ അനുഭവ സഹോദരന്മാരെ, ഉമ്മന്റെ മരണപ്പെട്ട ദിവസം പോലും ഒരു ഏഷാ ജമാഅത്ത് തസ്ബീത്ത് ചെല്ലുന്നതുകൊണ്ട് നഷ്ടപ്പെട്ടല്ലാണ്ട് ബാക്കി ഒരൊറ്റ ജമാഅത്തുമായി മരണ ദിവസം പോലും എനിക്ക് നഷ്ടപ്പെട്ടില്ല. അത് ഉമ്മന്റെ മനസ്സുണ്ട്. ഉമ്മ അത്രമാത്രം നമസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. നല്ല മനസ്സുള്ള മാതാപിതാക്കളെ അള്ളാഹു പൊന്നുപോലെ കാത്ത് സംരക്ഷിച്ച് എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമല്ലോ, പോണ്ടേ ദുനിയാവിന്ന് എങ്ങനെയും പോണ്ടേ സഹോദരന്മാര്. ആരും തന്നെ ആഗ്രഹിക്കുന്നില്ലല്ലോ വാർദ്ധക്യത്തിലേക്ക് എത്തി ഓർമ്മശക്തിയൊക്കെ കുറഞ്ഞ് ഓരോരുത്തർക്കും വേണ്ടത്, അങ്ങനെ ആവശ്യമില്ലല്ലോ. നല്ല ഇജ്ജത്തോടെ 50-60 വയസ്സാകുമ്പോൾ ക്യാൻസറോ എന്തോ വന്ന് ബാധകളൊക്കെ നിറവേറ്റി നിങ്ങൾ ചികിത്സ എടുക്കാൻ പറ്റുന്ന ചികിത്സിച്ചെടുക്കാം, നിസ്കരിക്കുക, ഖുർആൻ ഓതുക. ഒരു ദിവസം നല്ല പ്രതിഭാസമായിരിക്കും. അതിമനോഹരമായ മലക്കുൽ മൗത്ത് താഴോട്ടേക്ക് ഇറങ്ങിക്കോളും. നല്ല ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, ഖൽബുൻ സലീം ഉണ്ടെങ്കിൽ, സൽക്കർമ്മങ്ങളൊക്കെ ഫർദൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹറാം നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സകലവിധ പരീക്ഷണ തൊട്ട് കാത്ത് രക്ഷിക്കണേ റഹ്മാൻ റബ്ബേ. അല്ലാഹു എല്ലാ രോഗികൾക്കും ഈ രോഗം പൂർണ്ണമായിട്ട് ശിഫയാക്കി കൊടുക്കണേ റഹ്മാൻ റബ്ബേ. എപ്പോഴും നല്ല ഈമാനും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ആഫിയത്ത് നീ പൊന്നുപോലെ കാത്ത് സംരക്ഷിക്കണേ റബ്ബേ. നിന്നെ ഭംഗിയായിട്ട് അവസാനത്തെ ശ്വാസം വരെ ആരാധിക്കാൻ വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ഈമാൻ ഒരുപാട് വർദ്ധിപ്പിച്ചിട്ട് തന്ന് ഏറ്റവും മനോഹരമായ ഈമാന്റെ അവസ്ഥയിൽ ഒരു നല്ലൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ അടുത്ത് മടങ്ങി വരാൻ വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബേ. നമ്മളെ കുടുംബങ്ങളൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാൻ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.